ഏറ്റവും ചെറിയ രീതിയിൽ മതിയെന്ന മമ്മി പറയുന്നേ. കുറച്ചുപേരെ മാത്രം വിളിച്ചാൽ മതിയെന്ന്. മമ്മി അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഞാൻ വിളിക്കും. സ്പെഷ്യൽ ഗസ്റ്റ് എല്ലാവരെയും മയക്കുന്ന സൗന്ദര്യത്തോടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് കയറി വരണമെന്ന എന്റെ ആഗ്രഹം. വെഡിങ് ആനിവേഴ്സറിക്ക് നീ ഈ സാരി ഉടുത്തു വരണം. പാർവതി, പാർവതി, ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? പാർവതി, പിടിക്ക, മറക്കാതെ വരണം. വെക്കോളൂ. യെസ്. നിന്നെ ഇഷ്ടമാണെന്ന് നന്ദന എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തെ പറ്റിയും ഹണിമൂണിനെ പറ്റിയൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നീയാണോ പറഞ്ഞത്, നന്ദനാണോ പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. പക്ഷേ നന്ദൻ അതൊക്കെ ചിരിച്ചുകൊണ്ടാ കേട്ടത്. ചിരി രണ്ടു തരത്തിലുണ്ട്. സന്തോഷത്തോടെയുള്ള ചിരിയും കളിയാക്കുന്ന തരത്തിലുള്ള ചിരിയും. നന്ദനോട് ഇഷ്ടമല്ലെന്നാണോ ജയന്തി ചേച്ചി പറഞ്ഞു വരുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ നിന്നെ ഇഷ്ടമാണെന്ന് നന്ദൻ നിന്നോട് പറയുന്നത് വരെ നീ ഇത് മനസ്സിൽ കൊണ്ട് നടക്കൊന്നും വേണ്ട. ഇതെന്താ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് സംസാരിക്കുന്നത്? അത് ഞങ്ങളുടെ സ്വകാര്യ. ഓ, അതില് മോഹൻ ഇടപെടണ്ട. ശരി, ഇടപെടുന്നില്ല. ഞാൻ രണ്ടുപേർക്കും ഓരോ ചോക്ലേറ്റ് തരുന്നതിൽ വിരോധമില്ലല്ലോ. ഇതെവിടുന്നാ? അപ്പം തിന്നാ പോരെ, കുഴിയാണെന്ന് എന്തിനാ? ഇത് അപ്പോലല്ലോ, ചോക്ലേറ്റ് അല്ലേ? ഓ, നീ പറഞ്ഞ ഈ കോമഡിക്ക് മിനിമം 100 കൊല്ലത്തെ പഴക്കമെങ്കിലും ഉണ്ടാവും. ഞാൻ നിൽക്കുന്നില്ല, പോവാ.